നമസ്കാരം. ചിരിയും ചിന്തയും ബാക്കിയാക്കി ശ്രീനിവാസൻ മടങ്ങി. സംസ്കാരം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ. സിനിമാ മേഖലയിലെ തീരാ നഷ്ടമാണ് അതുല്യ കലാപ്രതിഭയായ ശ്രീനിവാസൻ. മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം മലയാളിക്ക് സമ്മാനിച്ച ഇതിഹാസം. ദാസനും വിജയനും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറസാന്നിധ്യമായ കഥാപാത്രങ്ങളാണ്. വിജയനായ ശ്രീനി ഇനി ഓർമ്മയാവുമ്പോൾ ശ്രീനി സമ്മാനിച്ച കഥകളും കഥാപാത്രങ്ങളും എന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങിക്കിടക്കും. നോക്കാം ഇന്ന് നടന്ന മുഴുവൻ വാർത്തകളും ഒറ്റനോട്ടത്തിൽ ന്യൂസ് 360. ഹെഡ്ലൈൻസ്. സിനിമാ ലോകത്തിന് കനത്ത നഷ്ടം. മലയാളത്തിന്റെ ശ്രീനിവാസൻ ഇനി ഓർമ്മ. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. മൃതദേഹം വനത്തിനുള്ളിൽ കണ്ടെത്തി. ഗാസയിൽ പുതിയ ഭരണ സംവിധാനം. രാജ്യാന്തര ബോർഡും വിദേശ സൈന്യവും വരും. കൊച്ചി ബിനാലെ 6ാം പതിപ്പിലേക്ക്. ചർച്ചയായി കലകൾ. കലൂർ സ്റ്റേഡിയം നവീകരണം സമയപരിധി ഇന്ന് അവസാനിക്കുന്നു. മെസ്സിയുടെ വരവിൽ അവ്യക്തത. വാർത്തകൾ വിശദമായി. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ. എറണാകുളം ടൗൺ ഹാളിലായിരുന്നു പൊതുദർശനം. സംസ്കാര ചടങ്ങുകൾ നാളെ ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. കണ്ണീരിലാഴ്ന്ന സിനിമാ ലോകം. മലയാള സിനിമയിലെ ഇതിഹാസ തുല്യനായ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. ശനിയാഴ്ച പുലർച്ചെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില ശനിയാഴ്ച പുലർച്ചെയോടെ വഷളാവുകയായിരുന്നു. ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചതെന്ന് അടുത്ത ബന്ധുക്കൾ അറിയിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്ക് സമീപമുള്ള പാട്യത്ത് 1956 ഏപ്രിൽ 6-നാണ് അദ്ദേഹം ജനിച്ചത്. 1976 P.A. ബക്കറിന്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തിലേക്ക് എത്തിയ ശ്രീനിവാസൻ 48 വർഷം നീണ്ട തന്റെ കരിയറിൽ 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. സാധാരണക്കാരന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളും ഹാസ്യത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം മികവ് കാണിച്ചു. വടക്കുനോക്കിയന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. സന്ദേശം, നാടോടിക്കാറ്റ്, വരവേൽപ്പ് തുടങ്ങിയ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. വയനാട്ടിലെ വനാതിർത്തിയിൽ വിറക് ശേഖരിക്കാൻ പോയ ആൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന സഹോദരിയുടെ കൺമുന്നിൽ വെച്ചാണ് കടുവ ആക്രമിച്ചത്. വനപാലകർ നടത്തിയ തിരച്ചിലിൽ 2 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിനടുത്ത് കാപ്പി സെന്റ് ചെട്ടിമറ്റത്ത് വിറക് ശേഖരിക്കാൻ പോയ വയോധികൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം അതീവ ദാരുണമാണ്. മാടപ്പള്ളി ദേവർഗന്ധ ഉന്നതി കോളനിയിലെ ഊരുമൂർപ്പനായ കുമാരാണ് മരിച്ചത്. ശനിയാഴ്ച പകൽ സഹോദരിക്കൊപ്പം പുഴയോരത്ത് വിറക് ശേഖരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി കടുവയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. കുമനെ കടുവ പിടിച്ചുകൊണ്ടു പോകുന്നത് നേരിൽ കണ്ട സഹോദരി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ആക്രമണം നടന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും വനംവകുപ്പിനെ അറിയിച്ചിട്ടും മതിയായ സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നില്ലെന്ന് ആരോപിച്ച നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. സംഭവത്തെക്കുറിച്ച് കടുവയെ പിടികൂടുന്നതിനുമായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുവാനും പെട്രോളിംഗ് ശക്തിപ്പെടുത്തുവാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടിട്ടുണ്ട്. ഗാസയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പുതിയ ഭരണ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. രാജ്യാന്തര ബോർഡും ഫലസ്തീൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘവും ചേർന്നായിരിക്കും പുതിയ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ വിദേശ സൈന്യത്തെ വിന്യസിപ്പിക്കാനും തീരുമാനിച്ചു. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണനിർവഹണത്തിനുമായി പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. രാജ്യാന്തര പ്രതിനിധികൾ ഉൾപ്പെടുന്ന ബോർഡ് ഓഫ് പീസ്, പാലസ്തീൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സമിതി എന്നിവ ഉൾപ്പെടുന്നതാകും ഈ പുതിയ ഭരണക്രമം. ഗാസയിൽ നിലവിലുള്ള വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം.
ഭരണസമിതി നിലവിൽ വരുന്നതോടെ ഗാസയുടെ ദൈനംദിന കാര്യങ്ങളിൽ വ്യക്തമായ നേതൃത്വം ഉണ്ടാകുമെന്നും ഇത് മേഖലയിലേക്ക് വിദേശ സഹായ നിക്ഷേപവും എത്തുന്നതിന് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹമാസിനെ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ പദ്ധതിയിൽ സമാധാന പരിപാലനത്തിനായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാജ്യാന്തര സുരക്ഷാ സേനയെയും വിന്യസിപ്പിക്കുമെന്നും റൂബിയോ വാഷിംഗ്ടൺ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി മുസീരീസ് ബിനാലെയുടെ 6ാം പതിപ്പിന് വൻ ജനപങ്കാളിത്തം. ഫോർ ദി ടൈം ബീയിങ് എന്ന പ്രമേയത്തിൽ നിഖിൽ ചോപ്ര ക്യൂറേറ്ററായി എത്തുന്ന മേള മാർച്ച് 31 വരെ നീളും. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് തുടങ്ങി 22 വേദികളിലായാണ് പ്രദർശനം നടക്കുക. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കൊച്ചി മുസീരീസ് ബിനാലയുടെ എല്ലാ വേദികളും ഇപ്പോൾ സന്ദർശകർക്കായി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ആസ്പിൻസ് ഹാൾ ഹൗസിലെ പുരാതന ചുവരുകൾ മുതൽ പൈപ്പർ ഹൗസിലെ മനോഹരമായ മുറ്റം വരെ ഓരോ കോണിലും ഇന്ന് വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ലോക പ്രശസ്തരായ കലാകാരന്മാർ. കേവലം പെയിന്റിങ്ങുകളിൽ ഒതുങ്ങുന്നതല്ല ഇത്തവണത്തെ കാഴ്ചകൾ. വായുവിൽ ഒഴുകി നടക്കുന്ന ഇൻസ്റ്റലേഷനുകളും ഡിജിറ്റൽ വിസ്മയങ്ങളും മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ശില്പങ്ങളും ഇവിടെ സന്ദർശകരെ വരവേൽക്കുന്നു. തിരക്കേറിയ തെരുവുകളിൽ നിന്നും മാറി കലയുടെ ഈ ശാന്തമായ ലോകത്ത് സമയം ചെലവഴിക്കുവാൻ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ എത്തുന്നുണ്ട്. ക്യാമറ കണ്ണുകൾക്കും ചിന്തകൾക്കും ഒരുപോലെ വിരുന്നൊരുങ്ങുന്ന ഈ കാഴ്ച കൊച്ചിയിലെ വീണ്ടും ഒരു സ്വപ്ന ലോകമായി മാറ്റിയിരിക്കുകയാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് GCDA അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ജോലികൾ പൂർത്തിയാകാത്തതും മെസ്സിയുടെ വരവ് സംബന്ധിച്ച അനിശ്ചിതത്വവും ആശങ്കയ്ക്ക് കാരണമാകുകയാണ്. കായിക പ്രേമികളെ ഉറ്റുനോക്കുന്ന കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ GCDA സ്പോൺസർ അനുവദിച്ച സമയപരിധി ഇന്ന് ഡിസംബർ 20 അവസാനിക്കുന്നു. എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നവംബർ മാസത്തോടെ പണികൾ പൂർത്തിയാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ആ വാഗ്ദാനം ലംഘിക്കപ്പെടുകയും ഡിസംബർ 20 വരെ സമയം നീട്ടി നൽകുകയും ചെയ്തു. ഈ കാലാവധി അവസാനിക്കുമ്പോൾ സ്റ്റേഡിയത്തിന്റെ പുറത്തെ മിനുക്കുപണികളും ചുറ്റുമതിലിന്റെ നിർമ്മാണവും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറംഭാഗത്തെ ടൈലിങ്ങും പെയിന്റിങ്ങും അടക്കമുള്ള ജോലികൾ തകൃതിയായി നടക്കുമ്പോഴും പൂർണ്ണ രൂപത്തിലെത്താൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. സമയപരിധിക്കുള്ളിൽ പണി തീർക്കാത്ത സാഹചര്യത്തിൽ കരാർ എടുത്തവർക്കെതിരെ GDCA എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. മെസ്സി വരുമോ എന്ന ചോദ്യം എന്തായാലും ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ മുഴുവൻ വാർത്തകളും ഇവിടെ അവസാനിച്ചു. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി നാളെ കാണാം.